നിഴൽ വീണ രാത്രികൾ. ആധുനിക കാശ്മീരിന്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സ്വാനുഭവത്തിലൂടെ ഹൃദയസ്പർശിയായി ബഷാരത്ത് പീർ അവതരിപ്പിക്കുന്ന രചനയാണ് കർഫ്യൂഡ് നൈറ്റ്. ക്രോസ്വേർഡ് നോൺ ഫിക്ഷൻ അവാർഡിന് അർഹമായ ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ബിബു വി എൻ സാറാണ്. വെടിയുണ്ടയേറ്റ് കത്തിത്തീരുന്ന ഇലയുടെ വിടവിലൂടെ പകർത്തിയെടുത്ത മഞ്ഞുപുതച്ച താഴ്വരയുടെ കവർ ചിത്രം അകത്താളുകളിലെ കനലെരിയുന്ന വാക്കുകളെ പ്രതിനിധീകരിക്കുന്നു. 1585 മുഗൾ ചക്രവർത്തിയായ അക്ബർ കാശ്മീരിന്റെ രാജാവായ യൂസഫിനെ അനീതിയുടെ മാർഗത്തിലൂടെ തടവിലാക്കിയെന്ന് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം ദേശാടന കിളികളെപ്പോലെ വല്ലപ്പോഴുമാണ് താഴ്വരയിൽ എത്തിനോക്കിയത്. ഇന്ത്യയിലെ സ്വർഗമെന്ന് കവികൾ വിശേഷിപ്പിച്ച മഞ്ഞുപുതച്ച ആപ്പിൾ ചെടികൾക്കും ചീനാർ മരങ്ങൾക്കും ജന്മം നൽകിയ കാശ്മീരിന്റെ പകലുകൾക്ക് ഇരുട്ടിന്റെ ചായം നൽകിയത് 1990 ജാനുവരി 18 ജഗമോഹൻ ഗവർണറായി നിയമിതനായതോടെയാണ്. തികഞ്ഞ മുസ്ലിം വിരോധിയായ അദ്ദേഹം അധികാരമേറ്റ രണ്ടാമത്തെ രാത്രി കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാളരാത്രിയായിരുന്നു. അന്ന് നിലവിൽ വന്ന നിശാനിയമം പ്രക്ഷോഭങ്ങൾക്കിടയിലും പോറലൊന്നുമേൽക്കാതെ ഇന്നും നിലനിൽക്കുന്നു. കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടുന്ന തീവ്രവാദികളും സംരക്ഷത്തിന്റെ മറവിൽ പരസ്യമായി അക്രമങ്ങൾ നടപ്പിലാക്കുന്ന ഇന്ത്യൻ സൈന്യവും സ്വാർത്ഥ താൽപര്യങ്ങൾക്കുവേണ്ടി അധികാര ദുർവിനിയോഗം നടത്തുന്ന ഉദ്യോഗസ്ഥവൃന്ദവും തണുത്ത കാറ്റുവീശുന്ന താഴ്വരയെ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധം വമിക്കുന്ന യുദ്ധക്കളമാക്കി മാറ്റി. ഭരണകൂടത്തിന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുവേണ്ടി മടങ്ങിവരാത്ത മക്കളുടെ ഓർമ്മകളിൽ ജീവിതം ചടങ്ങുവൽക്കരിച്ച ഉമ്മമാരെയും ആദ്യ രാത്രിയിൽ പട്ടാളക്കാരാൽ കന്യാകത്വം നഷ്ടപ്പെട്ട സഹോദരിമാരെയും പട്ടാള പീഡനത്തിൽ പ്രത്യുൽപാദനശേഷി നഷ്ടപ്പെട്ട യുവാക്കളെയും ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണാനാകും. വായന പുരോഗമിക്കുന്തോറും കാശ്മീരേതരരുടെ മനസ്സിലേക്ക് കടന്നുവരുന്ന ആശ്വാസ നെടുവീർപ്പുകൾ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാം ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്നതാണ്.